ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ലഞ്ച് നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ ഇതാ വറ്റിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞമ്മത്തി ആയിരുന്നു കേട്ടോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞമ്മത്തി വറ്റിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലത്തെ വെള്ളം നല്ലതുപോലെ വറ്റണം കേട്ടോ. അപ്പോൾ മീൻ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതാ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഞാൻ പിന്നൊരു ദിവസം മീൻ വറ്റിച്ചത് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെള്ളം വറ്റി വരണേ, എന്നാലാട്ടോ മീൻ വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. അങ്ങനെ അതവിടെ വറ്റിക്കാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉപ്പേരി മുരിങ്ങയില കേട്ടോ, മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ചിരകാൻ മടിയായതുകൊണ്ട് പൂണ്ടെടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തേങ്ങ ഇതാ പൂണ്ടെടുത്തു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് 2-3 പച്ചമുളകൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അതിവിടെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ ഒരു വിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ മീനത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ വീട് പണി നടക്കണോടത്ത് ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നമുക്ക് ഈ തിരുമ്പാകല്ല് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ആ മുരിങ്ങയിലിൻ്റെ മരം മുറിച്ചു കിട്ടും. അത് ചെറുതായിരുന്നു കേട്ടോ, പക്ഷേ അതിന്മേൽ നല്ലതുപോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഈ കൊട്ടത്താളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മുരിങ്ങേൻ്റെ ഇല എടുത്ത് കണ്ടാട്ടോ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ചോറ് വെള്ളം വലിക്കാണ്ടായിരുന്നേ. ലാസ്റ്റ് ആ അടുപ്പത്ത് ചോറ് വെള്ളം വലിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ എടുക്കുന്ന വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മാർബിളൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സ്കേർട്ടിങ് ആട്ടോ ഒട്ടിക്കുന്നത്. സൈഡ് ഉണ്ടല്ലോ താഴെ, ആ സൈഡാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 റൂമും പിന്നെ ഡൈനിങ് ഹാളൊക്കെ പകുതി എത്തിയിട്ടുണ്ട്. അത് വേഗം കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ പോളിഷിങ് ആട്ടോ ഒരുപാട് ടൈം എടുക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അടിപ്പണി തുടങ്ങിയിട്ട് 1 മാസം ആവാനായി, എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മാർബിളാകുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. പിന്നെ സ്റ്റെയറൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡും ഉണ്ട് കേട്ടോ ഇനി ഒട്ടിക്കാൻ. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴെ കുറച്ച് ഭാഗമുണ്ട്. അങ്ങനെ കുറച്ച് ഏരിയകൾ അവർ ലാസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂമൊക്കെയാണ് ഇന്ന് സൈഡിൽ ആ സ്കേർട്ടിങ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പോളിഷിങ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടോ ഇനി ചെയ്യൽ. ഇപ്പോൾ ഇവർ അപ്പോക്സി തന്നിട്ടുള്ള ആ ഒരു ഇത് നമ്മുടെ മാർബിളിൻ്റെ മേലെ തേച്ചിട്ടിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ അതുപോലെ തന്നെ മാർബിൾ എല്ലായിടത്തും വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ റാക്കുമ്മേൽ ഗ്രാനൈറ്റാണ് ഇടാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണത്തെ ഫുള്ള് ടൈലും ഒട്ടിച്ച് കഴിയും കേട്ടോ. ടൈലൊരു വിധം ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ മാർബിൾ എടുക്കാൻ നേരം വൈകിയതുകൊണ്ട് ടൈലിങ്ങനെ പകുതി വരെ ഒട്ടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ബാക്കി ഏരിയയൊക്കെ ഇപ്പോൾ മാർബിൾ ഇട്ട് കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ താഴ് ഭാഗത്തൊക്കെ കുറച്ചും കൂടെ ടൈല് ഒട്ടിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇടാനുള്ളൂ കേട്ടോ. പക്ഷേ പണിക്കാരാണെങ്കിൽ ഒരാളീച്ചിങ്ങനെ വരുന്നതുകൊണ്ടാണെങ്കിൽ പണി പെട്ടെന്ന് കഴിയണമില്ല കേട്ടോ. അവർക്ക് എന്താ പണിക്കാരൊക്കെ നാട്ടിൽ പോയതുകൊണ്ട് അങ്ങനെ ആളില്ല എന്ന് പറഞ്ഞു. അതാണ് കേട്ടോ. അങ്ങനെ ഇത് ഇത്ര വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി പെട്ടെന്ന് തീർക്കാനാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പണിക്കാർ നേരത്തിനും കാലത്തിനും വരാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ആവുന്നത്, നേരെ വൈകുന്നത്. അങ്ങനെ ഞാനിത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പുമ്മലൊക്കെ ഗ്രാനൈറ്റ് തന്നെ കേട്ടോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്.
കിച്ചണിൻ്റെ അവിടുത്തെ സ്റ്റെപ്പുമ്മേക്കും ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഇടാനുള്ള പീസാട്ടോ അവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എംസാൻഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത്. അതിനി നാളെ വന്നാൽ കട്ട് ചെയ്യേക്കാരം. പിന്നെന്താ ഈ ഒരു ലെപ്പോത്തറ ഗ്രാനൈറ്റ് ആട്ടോ നമ്മൾ സിറ്റ് ഔട്ടത്തെ സ്റ്റെപ്പുമ്മലും പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലൊക്കെ ഒട്ടിക്കുന്നത്. അങ്ങനെ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഗ്രാനൈറ്റ് അടുപ്പും തറമ്മക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ അത് അവർ ഫ്രീ ആയിട്ട് നമുക്ക് അവരുടെ അടുത്തുള്ള ഒരു ബാലൻസ് പീസ് എക്സ്ട്രാ തന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടേക്ക് വന്നപ്പോൾ മോള് നല്ല നനക്കല്ലാണ്. ഇത് നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി എന്നറിയില്ലോ, അതാണ് കേട്ടോ. അപ്പം ഫസ്റ്റൊക്കെ അതിൻ്റെ ഇല നല്ല വലിയതായിട്ടാണല്ലോ വരല്. പിന്നെ അതിന്മേലൊരു ഫ്ലവർ പോലെ, പക്ഷെ ഒരു ഫ്ലവറാണെന്ന് തോന്നില്ല, ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ ഇങ്ങനെ വരിക കേട്ടോ ചെയ്യുന്നത് ഇലകളൊക്കെ. കുറച്ച് നേരം മുന്നേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല മഴക്കാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ലിട്ട് മഴ പെയ്യൂല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.